വൃക്കരോഗത്തിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ ആരംഭിക്കുന്നതാണ് ഡയാലിസിസ് അഥവാ രക്തശുദ്ധീകരണം. വൃക്കരോഗമുള്ളവർ അതിൻ്റെ അവസാനത്തെ സ്റ്റേജ് ആകുമ്പോൾ ജീവൻ നിലനിർത്താനായിട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ആജീവനാന്തം ഡയാലിസിസ് ചെയ്യുകയോ അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കുകയോ, ഇത് രണ്ടുമാണ് വൃക്കരോഗമുള്ളവർക്ക് അവസാനത്തെ സ്റ്റേജിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഡയാലിസിസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹീമോഡയാലിസിസ്, അത് രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത് രക്തം ശുദ്ധീകരിക്കുന്നതിനെയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അതിന് ഹീമോഡയാലിസിസ് മെഷീനും അത് ചെയ്യാനായിട്ട് ഡയാലിസിസ് ടെക്നീഷ്യനും സ്റ്റാഫ് നഴ്സും ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ ആശുപത്രിയിൽ പോയാണ് ചെയ്യുന്നത്. 4 മണിക്കൂറാണ് ഒരു ഹീമോഡയാലിസിസിൻ്റെ സമയദൈർഘ്യം. ആ സമയത്ത് നമ്മുടെ രക്തം മെഷീനിൽ കൂടി കടത്തിവിട്ട് അതേ ശുദ്ധീകരിച്ച രക്തം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഫിസ്റ്റുല വഴി പ്രവേശിക്കുന്നതാണ് ഹീമോഡയാലിസിസ്. ഇതിന് ചിലവ് കൂടുതലാണ്. കാരണം യാത്രാ ചിലവ്, പിന്നെ സ്റ്റാഫിൻ്റെ ചിലവ്, നമ്മുടെ സമയവും നഷ്ടമാണ്. ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ആശുപത്രിയിൽ പോകാൻ ആ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒഴിവാക്കാവുന്ന ഒരു ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ അകത്ത് ഒരു ട്യൂബിട്ട് ട്യൂബിൻ്റെ ഒരറ്റം വയറിൻ്റെ ഉള്ളിലും ട്യൂബിൻ്റെ മറ്റേ അറ്റം വയറിൻ്റെ പുറത്തുമായിരിക്കും. പിന്നെ നമ്മളൊരു ചെറിയ ശസ്ത്രക്രിയയിലൂടെയാണ് ഈ ട്യൂബ് വയറിൽ പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ട്രാൻസ്ഫർ സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഉപകരണം പിടിപ്പിക്കുകയും അത് പിടിപ്പിക്കുന്നത് മൂലം ഇൻഫെക്ഷൻ എല്ലാം കുറയ്ക്കാനാണ് അത് പിടിപ്പിക്കുന്നത്. വളരെ സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഇല്ലാതെ വളരെ കാലം ചെയ്യാൻ സാധിക്കും. വയറിൻ്റെ അകത്ത് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് അകത്തേക്ക് ഫിൽ ചെയ്യണം. അതായത് അകത്തേക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് കയറ്റിയതിന് ശേഷം 4 മണിക്കൂർ നേരത്തേക്ക് ആ ട്യൂബ് അടച്ചു വെക്കും. അടിച്ചു വെച്ചതിന് ശേഷം അത് ഒരു ഡ്രെയിൻ ബാഗിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്യണം. ഈ 4 മണിക്കൂർ സമയത്ത് പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് നമ്മുടെ വയറിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് ഇരിക്കുന്നത്. ഈ 4 മണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ രക്തത്തിലെ വേസ്റ്റ് ഈ ഫ്ലൂയിഡ് വലിച്ചെടുക്കുകയും നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഒരു സൈക്കിൾ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇങ്ങനെ ഒരു ദിവസം 3 പ്രാവശ്യം നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യേണ്ടതുണ്ട്. അത് ഒന്നുകിൽ പേഷ്യൻറ്റിന് തന്നെയോ അല്ലെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് കൂടെ വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇത് ചെയ്യാറ്. ഇപ്പോൾ സ്കൂൾ മാഷന്മാരാണെങ്കിൽ സ്കൂൾ മാഷന്മാർക്ക് വീട്ടിൽ വെച്ച് ഫില്ല് ചെയ്തിട്ട് പഠിപ്പിച്ചതിന് ശേഷം ഇടയ്ക്ക് വെച്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഡ്രെയിൻ ചെയ്തിട്ട് അടുത്ത ബാഗ് ഫില്ല് ചെയ്യാം. അതുപോലെ സ്കൂൾ കുട്ടികൾ പഠന ദിവസങ്ങൾ കളയാതെ പഠനം തുടരാം. അതുപോലെ ഡ്രൈവർമാർ, ഇവർക്കെല്ലാം ഇത് ഉപകാരപ്രദമാണ്. നമ്മുടെ പ്രവൃത്തി ദിവസങ്ങൾ ലാഭിക്കാനും ഇതുവഴി സാധിക്കും. പിന്നെ മെഷീൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഫ്ലൂയിഡ് തൂക്കാനായിട്ടൊരു ഡ്രിപ്പ് സ്റ്റാൻഡ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് വീട്ടിൽ തന്നെ ചെയ്യാം. പ്രവൃത്തി ദിനം നഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള കിഡ്നിയുടെ കുറച്ച് പ്രവർത്തനം അത് നിലനിർത്താനും ഇത് പെരിറ്റോണിയൽ ഡയാലിസിസ് വഴി സാധിക്കും. ഹീമോഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം മൂത്രമുള്ള ഒരു രോഗിയാണെങ്കിൽ ഹീമോഡയാലിസിസ് ചെയ്യുന്ന ഒരു കുറേ നാൾ കഴിയുമ്പോൾ പതുക്കെ മൂത്രം ഇല്ലാതാവുകയും കുറച്ച് കിഡ്നി പ്രവർത്തനം ഉള്ളതും കൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതും കൂടെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിൽ അതും ഒരു അഡ്വാൻറ്റേജാണ്. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഉള്ള കിഡ്നിയുടെ പ്രവർത്തനവും മൂത്രവും അതേപോലെ നിലനിർത്താൻ സാധിക്കും. നമുക്ക് തന്നെ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഒരു മനോജ് എന്ന് പറഞ്ഞൊരു വ്യക്തി പെരിറ്റോണിയൽ ഡയാലിസിസ് സ്വന്തമായിട്ട് ചെയ്ത് ഓട്ടോയും ഓടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ ഓട്ടോറിക്ഷ KSRTC ബസ് സ്റ്റാൻഡിലാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് കിഡ്നിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ചെറിയ കിഡ്നി ചുരുങ്ങിയെന്നാണ് പറഞ്ഞത് ആദ്യം. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഒരെണ്ണം ആദ്യം ഫെയിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഫെയിലായി. അതായത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ചുരുങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്.
അങ്ങനെ എനിക്ക് ശരിക്കും വയ്യാതെ ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല. പിന്നെ അവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ ഒരുപാടായപ്പോൾ ആ സമയത്ത് എനിക്കിത് കൂടുകയും ചെയ്ത് നടക്കാൻ പറ്റുള്ള ആകെ അവശനായിപ്പോയി, കിടന്നുപോയി, അണുക്കൾ ശരീരത്തിൽ കൂടിയിട്ട്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനെ പറഞ്ഞു, ജനറൽ ഹോസ്പിറ്റലിൽ പോയി സന്ദീപ് സാറിനെ കാണാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ സന്ദീപ് സാറിനെ കണ്ടത്. ഈ തുടക്കത്തിലെ ഛർദിയിലാണ് തുടങ്ങിയത്. അങ്ങനെ കൂടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ഈ ഹോസ്പിറ്റലിലേക്ക്. ആദ്യം ചെയ്തത് കീമോ ഡയാലിസിസ് ആണ്. അത് കുറച്ച് നാൾ ചെയ്തുള്ളൂ. അതിന് സാറ് പറഞ്ഞ് ഏറ്റവും നല്ലത് പെരിട്ടോണിയൽ ഡയാലിസിസ് ആണ്. അപ്പോൾ അത് ആദ്യം ചെയ്യാൻ ഞങ്ങൾക്കൊരു ഇത് തോന്നി. പക്ഷെ എന്നാലും ഏറ്റവും നല്ലത് പെരിട്ടോണിയൽ ഡയാലിസിസ് ആണ്. അങ്ങനെ ഇപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഡയാലിസിസ് ആണ് ചെയ്യണത്. 2 വർഷത്തോളമായി. വയറ്റിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ട്യൂബ് വഴി ഒരു മരുന്നുണ്ട്. മരുന്ന് നമ്മൾ നിറയ്ക്കുക വയറ്റിലോട്ട്. എന്നിട്ട് അത് ഒരു ദിവസം 4 എണ്ണമെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ 3 എണ്ണമെങ്കിലും ചെയ്യണം. എനിക്ക് 3 പറഞ്ഞേക്കുന്നത് ഒരു ദിവസം. അപ്പോൾ ആ ചെയ്യണ അനുസരിച്ച് നമുക്ക് നടക്കാനും ഇരിക്കാനും നമുക്കിപ്പോൾ സാധാരണ മനുഷ്യന്മാർ ചെയ്യണ പോലെ എല്ലാ പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ട്യൂബ് ഉണ്ടെന്ന് നമ്മൾ ശരീരത്തിൽ ഉണ്ടെന്ന് അറിയില്ല. അതുപോലെ പിന്നെ ഞാൻ ഓട്ടോ ഓടിക്കാൻ പോകുന്നതാണ്. ഓട്ടോ ഓടിച്ച് വരുമ്പോൾ ഊണ് കഴിക്കാൻ അല്ലെങ്കിൽ ചായ കുടിക്കാൻ വീട്ടിൽ കയറുമ്പോഴാണ് ഈ ഡയാലിസിസ് ചെയ്യണത്. ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് എടുക്കും ഇത് വയറ്റിലോട്ട് നിറയാൻ വേണ്ടി. അതിനുശേഷം ഒരു 4 മണിക്കൂർ ഇട്ട ശേഷം ഞാൻ ഓടാൻ പോകും. എന്നിട്ട് പിന്നെയും വരും. 4 മണിക്കൂർ പിന്നെ ഓട്ടം കഴിഞ്ഞ് വന്ന് പിന്നെയും ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ 3 പ്രാവശ്യം ചെയ്യണം. എനിക്ക് ഡെയിലി 3 പ്രാവശ്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഡോക്ടറിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു അതുപോലെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും എനിക്കിങ്ങനെ നടക്കാൻ പറ്റണം. കാരണം ആദ്യമൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. ചെയ്ത് കഴിയുമ്പോൾ ഒരു വേദനയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അത് വേദനയൊന്നും ഇല്ലാതെ ഈ ശരീരത്തിൽ ഇതുണ്ടെന്ന് തന്നെ ഇപ്പോൾ അറിയുന്നില്ല. ഇൻഷുറൻസ് മുഖേനയായതുകൊണ്ട് ഈ മരുന്ന് മേടിക്കാൻ ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ട, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തരും. ആഴ്ചയിൽ 2 ആഴ്ചത്തേക്കുള്ള മരുന്നാണ് ഞങ്ങൾക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് ഡയാലിസിസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിലും ജോലിക്ക് പോകും. അതിന് സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ടെല്ലാം അങ്ങനെ മേടിക്കണം എന്നുള്ള ഇതാണ് മരുന്നൊക്കെ. ആരും കഴിഞ്ഞിട്ടുള്ളത് ഇഷ്ടമല്ല. അങ്ങനെ ഒരു പ്രകൃതക്കാരനുണ്ട്. അവിടെ ആര് വന്നാലൊന്നും അങ്ങനെ എൻ്റെ മോനൊരു പ്രത്യേക തരമുണ്ട്. അപ്പോൾ അധ്വാനിച്ച് ജീവിക്കണം, മറ്റുള്ളവരൊന്നും വേണ്ട അങ്ങനെ പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അവൻ്റെ ജീവിതം നടക്കട്ടെ. പക്ഷെ അവന് അങ്ങനെ ദൈവം രക്ഷിക്കണ പോലെ എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെ ഈ രീതിയിൽ തിരിച്ചു തന്നതുകൊണ്ട് ഇപ്പം ഈ ഡയാലിസിസ് കൊണ്ട് എൻ്റെ മോൻ നടക്കണെല്ലാം ചെയ്യുന്നു. എൻ്റെ മോന് പഴയ ആരോഗ്യം തിരിച്ചു കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. ഒരു രോഗിയാണെന്നുള്ള തോന്നൽ പോലും എൻ്റെ മനസ്സിൽ നിന്ന് പോലും പോകുന്നു. ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ സാധാരണ ഈ ഡയാലിസിൻ്റെ ഇതുകൊണ്ടാണ്. ഈ ഡയാലിസിസ് ഞങ്ങൾക്ക് വിശ്വാസമായി. ഇത് നല്ല ഇതാണ് ഇപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്നത്. 10-14 വർഷം പെരിട്ടോണിയൽ ഡയാലിസിസ് ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകൾ നമ്മുടെ തന്നെ ഇടയിലുണ്ട്. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ പെരിട്ടോണിയൽ ഡയാലിസിസ് സൗകര്യം ലഭ്യമാണ്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഏതാണ്ട് 30ഓളം രോഗികൾ ഈ പെരിട്ടോണിയൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പെരിട്ടോണിയൽ ഡയാലിസിസ് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പെരിട്ടോണിയൽ ഡയാലിസിസ് ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ട്യൂബ് ഇത്യാദി സാധനങ്ങൾ ഇൻഷുറൻസ് പദ്ധതി വഴി സൗജന്യമായിട്ട് രോഗികൾക്ക് കിട്ടുന്നതാണ്. പെരിട്ടോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് സർക്കാരിൻ്റെ പദ്ധതി വഴി എല്ലാ OP ഫാർമസികളിലും സൗജന്യമായി ലഭ്യമാണ്. ഈ ഫ്ലൂയിഡിന് ഒരു മാസം ഒരു 24,000 രൂപ ചിലവുള്ളതാണ്. പക്ഷേ സർക്കാർ ഇത് OP ഫാർമസികൾ വഴി സൗജന്യമായി നൽകുന്നതുകൊണ്ട് ആളുകൾക്ക് സാമ്പത്തിക ബാധ്യത വളരെ കുറവാണ്. ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആണ് സാമ്പത്തികമായ ബാധ്യത വരുന്നത്. ഫ്ലൂയിഡ് കൊണ്ടുപോകുന്ന ചിലവ് മാത്രമേ ആൾക്കാർക്ക് വരുള്ളൂ. നേരെ മറിച്ച് ഹീമോഡയാലിസിസ് ആണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൽ എല്ലാം ഒഴിവില്ലാത്തത് കൊണ്ട് പ്രൈവറ്റിൽ നിന്നുമാണ് ആൾക്കാർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മാസം 15,000 മുതൽ 20,000 രൂപ വരെ സ്വന്തം കയ്യിൽ നിന്നും പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം ഈ പെരിട്ടോണിയൽ ഡയാലിസിസ് കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇത്
പ്രയോജനപ്രദമാണ്. ഇത് വളരെ പോസിറ്റീവായിട്ട് കണ്ട് ഇതിന് ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹീമോഡയാലിസിസിനേക്കാളും നല്ലത് പെരിറ്റോണൽ ഡയാലിസിസ് ആണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും ചില അസുഖങ്ങളിൽ. പിന്നെ ആർക്കൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ കിഡ്നി രോഗികൾക്കും പെരിറ്റോണൽ ഡയാലിസിസ് ചെയ്യാവുന്നതാണ്, എല്ലാവിധ രോഗികൾക്കും. അതിന് പ്രത്യേക ഒരു മാനദണ്ഡമൊന്നുമില്ല.